ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. കുറേയേറെ നാൾ സർക്കാർ ജോലി എന്ന വലിയൊരു സ്വപ്നം മനസ്സിൽ കൊണ്ടു നടന്ന ശേഷം ഇനി ഒരിക്കലും അത് ലഭിക്കില്ല എന്ന വിശ്വാസത്തിൽ പുസ്തകമൊക്കെ മടക്കി മാറ്റിവെച്ച് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഒരവസരം കൈവന്ന 1986, 87, 88 ഈ കാലഘട്ടത്തിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ബാക്കിയുള്ള പുതിയ കുട്ടികൾക്ക് യൂസ്ഫുൾ ആവില്ല എന്നല്ല, പഠിക്കാൻ സമയക്കുറവുള്ള, അതുപോലെ തന്നെ അത്യാവശ്യം ഇച്ചിരി മടിയൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പഠന രീതി വളരെയേറെ പ്രയോജനപ്രദമാകും. എനിവേ, ഞാൻ പറഞ്ഞല്ലോ, ഇത് പഴയ കുട്ടികൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി തയ്യാറാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥി 1986, 87, 88 ഒക്കെ ജനിച്ചവരാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ OBC, SC, ST ഒക്കെ ആണെങ്കിലും ലാസ്റ്റ് ചാൻസ് ആണ് നിങ്ങൾക്ക് LGS, LDC എഴുതാൻ ഈ 2027 ലഭിക്കുക എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, കാരണം കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ ലൈക്കിന്റെ എണ്ണം വെച്ച് എനിക്ക് എത്ര ഉദ്യോഗാർത്ഥികൾ, പഴയ ഉദ്യോഗാർത്ഥികൾ എന്നോടൊപ്പം സഞ്ചരിക്കാനുണ്ടെന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിസ്വാർത്ഥമായ സേവനം നമ്മളൊന്നും പ്രതീക്ഷിച്ച് ചെയ്യരുത്, നിസ്വാർത്ഥമായിട്ട് ചെയ്യുക, ഫലം നമ്മളെ തേടിയെത്തും. അപ്പോ മറ്റനേകം കുട്ടികള് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക. ലൈക്കും ഷെയറും കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യൂട്യൂബ് ഇതിനെ റെക്കമെൻഡ് ചെയ്യും. ഇത് അവസാന ചാൻസ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വിജയമന്ത്രമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 86 ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുമ്പോൾ 2022 പുസ്തകം മടക്കി ഇനിയൊരു PSC ചാൻസ് ഇല്ല, 36 വയസ്സായി. അവരമ്മൊന്ന് ശ്രമിച്ചു നോക്കി. 2023 നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് കുറേയേറെ ഉദ്യോഗാർത്ഥികൾ പരിശ്രമിച്ചു. ഞാനും പ്രതീക്ഷിച്ചു അന്ന് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമെന്ന്. അതുണ്ടായില്ല. അവരുടെയൊക്കെ പ്രതീക്ഷ നശിച്ചു. 1987 ജനിച്ചവർക്ക് 2023 ചാൻസ് കഴിഞ്ഞു. 1988 ജനിച്ചവർക്ക് 2024 ചാൻസ് കഴിഞ്ഞു. ഇവരെല്ലാം തന്നെ പുസ്തകം മടക്കി അടുത്ത പരിപാടി എന്ത് എന്നുള്ള ജോലിയിലേക്ക് മാറി. വീട്ടമ്മമാരാണെങ്കിൽ ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഉദ്യോഗാർത്ഥികൾ പഠിച്ചു വരുന്ന രീതിയിൽ ഇപ്പോൾ ഒരു കോഴ്സിന് പോയി ഓടിപ്പോയി ജോയിൻ ചെയ്ത് പുതിയ കുട്ടികൾക്കൊപ്പം സഞ്ചരിച്ച് മുന്നോട്ടെത്താൻ സാധിക്കില്ല. അതുപോലെ യൂട്യൂബിലെ വീഡിയോസ് പലതും കാണുമ്പോൾ പുതുമയുള്ള വീഡിയോസ് ആയിട്ട് അനുഭവപ്പെടും. കാരണം പുസ്തകം മടക്കിയിട്ട് കാലം കുറേയായി. അങ്ങനെയുള്ളവർക്ക് മുന്നോട്ട് വരണമെങ്കിൽ ചെറുതായി ചെറുതായി പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള കൺസെപ്റ്റിൽ പഠിക്കണം. പതിയെ ആരംഭിക്കണം, പതിയെ ബേസ് ഇടണം. ബേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി സ്പീഡിൽ പോകാം. ഈ ഒരു രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഒക്കെ എത്താൻ സാധിക്കും. നമ്മുടെ സ്വപ്നം 2027 LGS കാണും, LDC കാണും. നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം ഉണ്ടാകും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കരുത്. എപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ വീഡിയോ വരുന്നോ അന്ന് മുതൽ പഠിക്കാനിരിക്കുക. ഇന്നാണെങ്കിൽ ഇന്ന് മുതൽ പഠിക്കാനിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ള ഒരു വസ്തുത. ഇന്നിപ്പോ ഫെബ്രുവരി 26. നമ്മൾ ഇന്ന് പഠനം തുടങ്ങുക. പഠിച്ചു തുടങ്ങുമ്പോൾ പഠിക്കാനുള്ള ഭാഗങ്ങളെ വലിയ ഭീതിയോടെ കാണാതെ ചെറിയ 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 കഷ്ണങ്ങളാക്കി, ചെറിയ ടാസ്കുകളാക്കി ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇതാണ് ഏറ്റവും നല്ല പോംവഴി. ഇതിനു വേണ്ടി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ശരിക്കും ഇപ്പൊ നമ്മുടെ ചാനലിൽ 10th പ്രിലിംസുകാർക്കുള്ള കോഴ്സ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിലെ SCERT ക്ലാസ്സുകൾ കാണാം. ഡെയിലി SCERT ക്ലാസ് വരുന്നുണ്ട്, അത് കാണാം. അതല്ല, അതോടൊപ്പം പഴയ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു വിജയമന്ത്രം സീരീസ് നമ്മൾ തുടങ്ങുകയാണ്. ഒരു ദിവസം ഒരു 40 GK ക്വസ്റ്റ്യൻ പഠിക്കുക, അല്ലെങ്കിൽ 40 സയൻസ് ക്വസ്റ്റ്യൻ പഠിക്കുക. ഇത്രയേ ഉള്ളൂ ടാസ്ക്.
വളരെ ചെറിയ ടാസ്ക്കാണ്. പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കാം. 40 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ആ ചോദ്യം അതിൻ്റെ ഉത്തരവും പഠിക്കുക. ആ ഉത്തരങ്ങളിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ മറ്റ് അനുബന്ധ വസ്തുതകൾ പഠിക്കാമെങ്കിൽ അതുകൂടി പഠിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു മണിക്കൂർ പഠനത്തിന് മാറ്റിവെച്ചാൽ മതി. ഇങ്ങനെ ഒരു 6 മാസം പോട്ടെ. 6 മാസം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ പീരീഡ് അല്ല. 6 മാസം എന്ന് പറഞ്ഞാൽ 180 ദിവസമാണ്. ഏകദേശം 500-ന് മുകളിൽ ചോദ്യങ്ങൾ നമ്മളപ്പോഴേക്കും പഠിക്കും. സബ്ജക്റ്റുമായിട്ട് പതുക്കെ പൊരുത്തപ്പെടും. നമ്മുടെ സിലബസ് എന്ത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ത്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഭരണഘടന, ഇവയിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇവയൊക്കെ കുറേശ്ശെ നമ്മൾ പരിചയപ്പെടും. അങ്ങനെ ഒരു 6 മാസം മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും ഈ 2026 10th പ്രിലിംസ് വരും. അത് നമുക്ക് അറ്റൻഡ് ചെയ്യാനൊക്കത്തില്ല. പക്ഷെ ആ 10th പ്രിലിംസ് നമ്മൾ സ്വന്തമായിട്ടൊന്ന് കൈകാര്യം ചെയ്ത് നോക്കുക. അതിനുശേഷം സീരിയസ് ആയിട്ട് 2027 LGS അല്ലെങ്കിൽ LDC എന്നുള്ള തീരുമാനമെടുക്കുക. കാരണം ഇപ്പൊ ഡിഗ്രിക്കാരുണ്ടാകും ഇത് കേൾക്കുന്നവര്, ഡിഗ്രി ഇല്ലാത്തവരുണ്ടാകും. ഡിഗ്രിക്കാർക്ക് LGS എഴുതാൻ സാധ്യമല്ല. അപ്പോ അവർക്ക് LDC മാത്രമേ പറ്റൂ. അപ്പൊ ഇനിയിപ്പോ ഇംഗ്ലീഷും മലയാളവും ഒക്കെ പഠിച്ച് LDC എഴുതാൻ സാധിക്കുമോ എന്നൊരു പേടി കാണും. അതൊന്നും പേടിക്കണ്ട. ആദ്യം നമ്മൾ ഈ രീതിയിൽ പഠനം തുടങ്ങുക. പഠനത്തിനെ കുറെ ഇഷ്ടപ്പെടുക, കുറേശ്ശെ പഠിക്കുക. ഈ 40 ചോദ്യങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതിനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം കാഴ്ചക്കാരായിരിക്കുമല്ലോ. നമ്മൾ പറയും കൊച്ചു കുട്ടികൾക്കാണെങ്കിലും ഒരു പ്രൈസ് കിട്ടുമ്പോൾ അവരെല്ലാം കയ്യടിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കരുതിക്കോളൂ. എനിവേ, നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും ഓരോ കമന്റ് കുറിച്ചിടുക. മാക്സിമം നന്നായി പഠിക്കുക. ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ടെലഗ്രാം ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിവേ, പഴയ ഉദ്യോഗാർത്ഥികള് യാതൊരു തരത്തിലും ടെൻഷൻ അടിക്കണ്ട. നിങ്ങളുടെ ഒപ്പം ഞാനുണ്ട്. പഴയ LG ലേൺഡ് ക്രൂ തന്നെ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ LGS വേണോ LDC വേണോ എന്നൊക്കെ നമുക്ക് 6 മാസം കഴിഞ്ഞിട്ട് ഡിസൈഡ് ചെയ്ത് അതിന്റെ സിലബസ് അനുസരിച്ചൊക്കെ പഠിച്ചു പോകാം. ഇപ്പോ കീറാമുട്ടിയായി കിടക്കുന്ന ആ ഒരു സാധനം ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേശ്ശെ 40 ചോദ്യങ്ങൾ ഡെയിലി പഠിച്ചു പോവുക. ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പഠന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, കമന്റ്, ലൈക്ക്, ഷെയർ ഇത് എത്രത്തോളം കിട്ടുന്നോ അതിനെ അനുസരിച്ച് ഈ വീഡിയോയെ യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പഴയ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് ഇങ്ങനൊരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പഠന രീതി പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. നമ്മൾ നിസ്വാർത്ഥമായ ഒരു സഹായം ചെയ്ത് അവരിലേക്ക് ഇത് എത്തിക്കുക. അപ്പോൾ നിങ്ങളോടൊപ്പം ഞാനും. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.